ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ യു ഡി എല്ലിൽ വരുന്ന കേസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു ഡി എല്ലിൽ വരുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഓരോ ബീമും 3 ടൈപ്പ് ബീം: സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാന്റിലിവർ ബീം, അതുപോലെ ഓവർ ഹാങ്ങിങ് ബീം. ഇതിന്റെ 3 കേസുകൾ രണ്ട് ചോദ്യം വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ഫുൾ യു ഡി എല്ലിൽ വരയ്ക്കാം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം full UDL. എത്ര കൊടുക്കാം? ഒരു 5 കൊടുക്കാം അല്ലേ? 5 കിലോമീറ്റർ പറഞ്ഞിട്ട് സ്പാൻ എന്ന് പറയുന്നത് 6 മീറ്റർ കൊടുക്കാം. ഓക്കെ, ഞാൻ പോയിന്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ SFD BMD. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ഇതിന്റെ റിയാക്ഷൻ കമ്പോണൻസ് ഞാൻ വരയ്ക്കുന്നു. HA പണ്ടാരം നോക്കാം. HA VA VB. ഓക്കെ, ഞാൻ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ഞാൻ ഇവിടെ കണ്ടുപിടിക്കുന്നില്ല. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒക്കെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി നമ്മൾ പോയിന്റ് ലോഡിന്റെ കേസുകളിൽ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പൊ ഞാൻ VA പ്ലസ് VB ഈക്വൽ ടു എത്രയായിരിക്കും? 5 അല്ല. ഓക്കെ, 5 അല്ല, 5 കിലോ ന്യൂട്ടൺ 1 മീറ്റർ. അപ്പോൾ 6 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 × 6 30 കിലോ ന്യൂട്ടൺ. ഓക്കെ, 6 മീറ്ററിലാണ് UDL ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 × 6 30 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഞാൻ ഇനി സിഗ്മ FX FY ഈക്വൽ ടു 0 വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഇക്വിലിബ്രിയം സിഗ്മ FX ഈക്വൽ ടു 0 വെച്ചിട്ട് എനിക്ക് നാച്ചുറലി HA is equal to 0 എന്ന് പറഞ്ഞിട്ടുള്ള ടിപ്പിക്കൽ സാധനം എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഹിഞ്ച് A ആണെങ്കിലും B ആണെങ്കിലും അവിടുത്തെ മൊമെന്റ് എനിക്ക് 0 ആണ്. ഞാൻ സിഗ്മ MA is equal to 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെന്റുകൾ നെഗറ്റീവും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൊമെന്റുകൾ പോസിറ്റീവും ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എയിലോട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇവിടെ 5 എന്ന് പറഞ്ഞ ഒരു UDL ആണ് ഉള്ളത്. UDL 6 മീറ്ററിലുണ്ട്. അപ്പോൾ UDLനെ ഞാൻ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റുവാണെങ്കിൽ 5 × 6 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ലോഡായിട്ട് മാറി. ഓക്കെ, ഈ പോയിന്റ് ലോഡ് UDL എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? UDL 6 മീറ്റർ ഉള്ള UDL ആണെങ്കിൽ അതിന്റെ നടുക്കായിട്ടായിരിക്കും ഇതിനെ ഞാനൊരു പോയിന്റ് ലോഡായിട്ട് മാറ്റിയാൽ അത് ആക്ട് ചെയ്യാം. അപ്പൊ നടുക്കെന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് 3 മീറ്റർ. അപ്പോൾ ഇതിനൊരു പോയിന്റ് ലോഡായിട്ട് ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്താൽ എയിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടായിരിക്കും ഈ പോയിന്റ് ലോഡ് ഉണ്ടാവുക. 30 കിലോ ന്യൂട്ടൺ 5 × 6 30 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന പോയിന്റ് ലോഡ് എയിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 5 × 6 × 3 ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് മൈനസ് VB × 6 ഈക്വൽ ടു 0. അപ്പോൾ എന്റെ VB വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് 15 കിലോ ന്യൂട്ടൺ കിട്ടി. VA വാല്യൂ എന്ന് പറയുന്നതും എനിക്ക് 15 കിലോ ന്യൂട്ടൺ കിട്ടി. ഓക്കെ, VA VB കിട്ടി, HA കിട്ടി. ഇനി എനിക്ക് SFD വരയ്ക്കാം. അൺനോൺ റിയാക്ഷൻസ് എല്ലാം ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ SFD വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മിനിറ്റ് ഞാൻ റിസ്യൂം ചെയ്യാം. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ പോസ് എടുക്കുന്നതൊന്നും നിങ്ങൾ ആക്ച്വലി അറിയില്ല. ഞാൻ പോസ് ചെയ്തിട്ട് റിസ്യൂം ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റന്റിൽ പെട്ടെന്ന് തുടങ്ങുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക. കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് VA VB കിട്ടി. VA VB ഓക്കെ, ഞാൻ ഷിയർ ഫോഴ്സ് വരയ്ക്കുവാണ്. ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മുകളിലോട്ടാണ് എൻ്റെ സെക്ഷന്റെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ VA മുകളിലോട്ടാണ്. അപ്പോൾ 15 എന്ന് പറയുന്നത് ഞാൻ മുകളിലോട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണോ വരയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ UDLന്റെ കേസിൽ ഞാൻ വരയ്ക്കുന്നത് UDL ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഞാൻ വരയ്ക്കുന്നത് Y is equal to mx⁻1 ഇൻക്ലൈൻഡ് ലൈൻ.
ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റിന്റെ കേസിലാണെങ്കിൽ യു ഡി എല്ലിന്റെ കേസ് y is equal to mx സ്ക്വയർ. mx സ്ക്വയർ എന്ന് പറഞ്ഞാൽ പവർ 2 ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പാരബോള. ഓക്കെ, അപ്പോ ഞാൻ ഇൻക്ലൈൻഡ് ലൈനായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ലൈനായിട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ. ഞാനിപ്പോ ഇവിടെ നടുക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുവാണേ. സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് ഞാൻ ചുമ്മാ ഒരു ലൈൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യുക. സി എന്ന് പറയുന്ന പോയിന്റില് ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് നോക്കിയാൽ, ഷിയർ ഫോഴ്സ് എയിൽ നിന്ന് ഇങ്ങോട്ട് വരുംതോറും യു ഡി എൽ എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ട് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആരയുടെ എഫക്റ്റ് കുറച്ചുകൊണ്ടിരിക്കും. സി എന്ന് പറയുന്ന പോയിന്റ് നോക്കിയാൽ വി എ എന്ന് പറയുന്ന ഫോഴ്സ് മുകളിലോട്ടും എ മുതൽ സി വരെയുള്ള യു ഡി എൽ താഴോട്ടും. അതായത് യു ഡി എൽ 5 കിലോ ന്യൂട്ടൺ 1 മീറ്ററിൽ, എ മുതൽ സി വരെ 3 മീറ്റർ. അപ്പൊ 5 × 3 എന്ന് പറയുന്നത് 15 മീറ്റർ, 15 കിലോ ന്യൂട്ടൺ. അപ്പോ ബേസിക്കലി ഇത് വന്ന് 0-ൽ മീറ്റ് ചെയ്യും ഷിയർ ഫോഴ്സ് ഈ ഒരു പോയിന്റിൽ. കാരണം സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു സെക്ഷൻ എടുത്ത് ലെഫ്റ്റ് നോക്കിയാൽ എ എന്ന് പറയുന്ന വി എ എന്ന് പറയുന്ന റിയാക്ഷൻ മുകളിലോട്ട്, എ മുതൽ സി വരെയുള്ള യു ഡി എൽ താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോ വി എ 15, എ മുതൽ സി വരെയുള്ള യു ഡി എൽ എന്ന് പറഞ്ഞാൽ 5 × ആ ഡിസ്റ്റൻസ് 3, 0. 5 × 3 15. അപ്പൊ 15 - 15 0. ഇനി ബി വരെ നോക്കിയാലോ? ബി വരെ നോക്കുമ്പോഴത്തേക്കും ബിയിൽ ഞാനൊരു സെക്ഷൻ എടുത്തിട്ട് സെക്ഷന്റെ ലെഫ്റ്റ് നോക്കിയാൽ വി എ എന്ന് പറയുന്ന ഫോഴ്സ് മുകളിലോട്ട്, പിന്നെ യു ഡി എൽ 5 × 6 എന്ന് പറയുന്ന യു ഡി എൽ താഴോട്ട്. അപ്പൊ അതൊരു -15ലേക്ക് വരും, -15ലേക്ക് വരും. +15ൽ നിന്ന് -15. ഓക്കെ, ഷിയർ ഫോഴ്സ്. ഇതാണ് എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ യു ഡി എല്ലിന്റെ കേസിൽ ബെൻഡിങ് മൊമെന്റ് പാരബോളയാണ്. ഓക്കെ, പാരബോള എന്ന് പറഞ്ഞാൽ ഒരു കർവ്. അപ്പൊ എനിക്ക് രണ്ട് രീതിയിൽ പാരബോള വരയ്ക്കാം. ഞാൻ പാരബോളനെ ഞാനൊരു എനിക്ക് പാരബോളനെ വരയ്ക്കാം, എനിക്ക് പാരബോളനെ വരയ്ക്കാം. ഓക്കെ, രണ്ടും പാരബോളയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഇത് എങ്ങനെ പാരബോളനെ വരയ്ക്കും? ഓക്കെ, അപ്പൊ യു ഡി എല്ലിന്റെ കേസിൽ എന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പാരബോളയാണ്. അപ്പൊ ഞാൻ സി എന്ന് പറയുന്ന സെന്റർ പോയിന്റിലെ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, എം സി എന്ന് പറഞ്ഞ സെന്റർ പോയിന്റിലെ മൊമെന്റിൽ, സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സെക്ഷൻ എടുക്കുന്നു, അതിന്റെ ലെഫ്റ്റ് നോക്കുന്നു. അപ്പോൾ ലെഫ്റ്റിൽ വി എ × 3, 15 × 3 എന്ന് പറഞ്ഞ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. യു ഡി എൽ എന്ന് പറയുമ്പോഴത്തേക്കും എ മുതൽ സി വരെയുള്ള യു ഡി എൽ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതിനെ ഫോഴ്സിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുമ്പോൾ 5 × 3 15 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ആയി മാറി, എ മുതൽ സി വരെയുള്ള. അതിന്റെ നടുക്കായിട്ടായിരിക്കും, അതിൽ 15 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ പോയിന്റ് ലോഡായിട്ട് ഞാൻ എ മുതൽ സി വരെയുള്ള യു ഡി എല്ലിനെ മാറ്റിയാൽ ആ എയുടെയും സിയുടെയും എ സി ഡിസ്റ്റൻസിന്റെ നടുക്കായിട്ടായിരിക്കും ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3/2. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 15 × 3 - 15 × 1.5 22.5 എന്ന് കിട്ടും. 22.5 പോസിറ്റീവ് 22.5 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ മുകളിലോട്ട് വരയ്ക്കുന്നു. ഓക്കെ, പാരബോളിക് ആയിട്ട് വരച്ചു. ഞാൻ പാരബോളയ്ക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഞാൻ എടുത്തത്. ഞാൻ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഷേപ്പാണ് എടുത്തത്, രണ്ടാമത് കൊടുത്തിരിക്കുന്ന അല്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഓക്കെ, 22.5 എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ബി എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് നാച്ചുറലി മൊമെന്റ് 0 എന്നറിയാം. അപ്പൊ ഞാൻ പാരബോളയായിട്ട് ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്ത് 0ലേക്ക് കൊണ്ടുവന്ന് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, പോസിറ്റീവ് തന്നെ ആയിരിക്കും ഫുള്ളി. അപ്പോ സിംപ്ലി സപ്പോർട്ടഡിൽ അങ്ങനെ ഒരു കോൺട്രാപ്രഷർ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടാം. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മൊമെന്റ് എടുത്ത് നോക്കിയാൽ, അവിടെ ഒരു സെക്ഷൻ എടുത്തിട്ട് എന്റെ ലെഫ്റ്റ് നോക്കിയാൽ വി എ × 6 - 5 × 6, അതായത് ബിയുടെ ലെഫ്റ്റിൽ ഫുൾ യു ഡി എൽ വരുന്നുണ്ട്. 5 × 6 × 6/2, 5 × 6 × 6/2, 0 തന്നെ ആയിരിക്കും എനിക്ക് വരിക. ഓക്കെ, അപ്പോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് എനിക്ക് കിട്ടിയത്, സാഗിങ് ആണ്. അപ്പോ ഇത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാരബോള വരച്ചു? ഞാൻ ഇതുപോലത്തെ ഒരു പാരബോള വരച്ചില്ല. രണ്ടാമതുള്ളതിന്റെ സിമ്പിൾ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എക്സ് ആണല്ലോ എന്റെ ആക്സിസിന്റെ ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുന്നത്, എന്റെ വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് മൊമെന്റ് അല്ലെ. അപ്പൊ വെർട്ടിക്കൽ ആക്സിസ് എനിക്ക് മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ ഒരു റാൻഡം ആയിട്ടൊരു ഗ്രാഫ് വരച്ചിട്ട് ആ റാൻഡം ഗ്രാഫിന്റെ വൈ ആക്സിസും എക്സ് ആക്സിസും ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഒരു ലൈൻ എന്ന് വരച്ചു. ഓക്കെ, ഒരു ലൈൻ വരച്ചു, ഒരു ഇൻക്ലൈൻഡ് ലൈൻ. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അത് തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ tan θ = y/x.
ടാൻ നെഗ്ലിജിബിളി സ്മാൾ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് എന്നൊക്കെ എനിക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇതിനെ മൊമെന്റ് ആക്കി മാറ്റി. y എന്ന് പറയുന്ന ടേമിനെ ഞാൻ മൊമെന്റ് ആക്കി മാറ്റി. എക്സ് അങ്ങനെ തന്നെ നിന്നോട്ടെ, ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, y എന്ന് അതെന്നല്ലേ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. മൊമെന്റിന്റെ വേരിയേഷൻ y ആക്സിസിൽ ഞാൻ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, x ആക്സിസിൽ ഞാൻ ഡിസ്റ്റൻസിന്റെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ സ്ലോപ്പ് നോക്കി, തീറ്റ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m by x, tan തീറ്റ ഇസ് ഈക്വൽ ടു m by x. ഈ m by x എന്താണ്? ഇതിന്റെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ tan തീറ്റ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ dy by dx ഇസ് ഈക്വൽ ടു dm by dx. ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് along x ഡയറക്ഷൻ. dm by dx അതായത് കിലോ ന്യൂട്ടൺ മീറ്റർ ബൈ മീറ്റർ, കിലോ ന്യൂട്ടൺ ഷിയർ ഫോഴ്സ് തന്നെയല്ലേ. അതായത് m by x എന്ന് പറഞ്ഞാൽ അതായത് സ്ലോപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ഗീവ് യു ഷിയർ ഫോഴ്സ് വാല്യൂ. സ്ലോപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ഗീവ് യു ഷിയർ ഫോഴ്സ് വാല്യൂ. അപ്പൊ ഇവിടെ ഒരു പാരബോളിക് ഷേപ്പിന്റെ സ്ലോപ്പ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു പാരബോളയുടെ സ്ലോപ്പ് ഞാൻ ഏത് കളർ എടുക്കട്ടെ, ബ്ലൂ എടുക്കാം. ഓക്കെ, പാരബോളയുടെ സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരൊറ്റ സ്ലോപ്പ് ആയിരിക്കും. ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആണെങ്കിൽ തീറ്റ ഫുള്ളി സെയിം ആയിരിക്കും. അപ്പോൾ പാരബോള എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ പോയിന്റിലും ഞാൻ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ് ആ സ്ലോപ്പിനെ സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു ടാൻജന്റ് വരച്ചാൽ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ. ഓക്കെ, ഞാൻ ഓരോ പോയിന്റിലും ഞാൻ ടാൻജന്റ് വരച്ചാൽ ആ സ്ലോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ ടാൻജന്റ് വരയ്ക്കുന്ന അനുസരിച്ച് സ്ലോപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ എ എന്ന് പറയുന്ന പോയിന്റിലെ തീറ്റയാണ് എന്റെ ഏറ്റവും വലിയ തീറ്റ അല്ലെ. പിന്നെ വരുംതോറും ആ ടാൻജന്റ് ഇങ്ങനെ 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 ചെറുതായി 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 ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിട്ട് പിന്നീട് വീണ്ടും അത് വലുതായി 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 ഇവിടെ നിന്ന് ടാൻജന്റ് ഞാൻ വരയ്ക്കുമ്പോൾ ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ സപ്പോർട്ട് സൈഡിൽ എന്റെ തീറ്റ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, തീറ്റ മാക്സ്. ഫർദർ അങ്ങോട്ട് വരുമ്പോൾ തീറ്റ കുറയും. ഈ പീക്ക് പോയിന്റിൽ വരുമ്പോൾ തീറ്റ ടാൻജന്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് മാറും. അപ്പൊ തീറ്റ മാക്സിമം ആവണമെങ്കിൽ എന്റെ dm by dx ആണ് എന്റെ തീറ്റ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്റെ സ്ലോപ്പ് എന്നും പറയുന്നത്. അത് തന്നെയാണ് എന്റെ ഷിയർ ഫോഴ്സ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ തീറ്റ മാക്സിമം ആവണമെങ്കിൽ ഷിയർ ഫോഴ്സ് മാക്സിമം. അപ്പൊ ഷിയർ ഫോഴ്സ് മാക്സിമം ഉള്ള പോയിന്റിൽ എന്റെ സ്ലോപ്പ് വലുതായിരിക്കും, എന്റെ പാരബോളയുടെ സ്ലോപ്പ് വലുതായിരിക്കും. അപ്പൊ എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നോക്കിയാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ 15 കിലോ ന്യൂട്ടന്റെ ഷിയർ ഫോഴ്സ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് വലുതാണ്. ബി എന്ന് പറയുന്ന പോയിന്റിൽ -15 കിലോ ന്യൂട്ടൺ ഉണ്ട്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് വലുതാണ്. ഓക്കെ, ഡയറക്ഷനിലൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് സ്ട്രക്ചർ അനാലിസിസിൽ നിങ്ങൾ ഒന്ന് റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലോപ്പ് എടുക്കുന്ന ഡയറക്ഷനൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോ സി എന്ന് പറയുന്ന പോയിന്റിലോ ഷിയർ ഫോഴ്സ് 0 ആണ്. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. അവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ. എ എന്ന് പറയുന്ന അവിടെ ടാൻജന്റ് വരച്ചാൽ മാക്സിമം കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു പാരബോളയെ എനിക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു പാരബോള വരച്ചാൽ അതിന്റെ പീക്ക് പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ അത് ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ ആയിരിക്കും ഏറ്റവും വലിയ തീറ്റ എനിക്ക് കിട്ടുക. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു പാരബോളയാണ് വരയ്ക്കുന്നതെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, ഇങ്ങനെ ഒരു പാരബോള ഞാൻ വരച്ചു വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ സിയിൽ ടാൻജന്റ് വരച്ചാൽ ഇവിടെയാണ് വലിയ സ്ലോപ്പ് വരുന്നത്. സിയിലാണ് വലിയ സ്ലോപ്പ് വരുന്നത്, ഇവിടെ 0. ഇവിടുത്തെ ടാൻജന്റിന്റെ ഹൊറിസോണ്ടൽ ലൈൻ തന്നെയായിരിക്കും. സിയിൽ വലിയ സ്ലോപ്പ് വരില്ല, കാരണം സിയിൽ ഇവിടെ ഷിയർ ഫോഴ്സ് 0 ആണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ രീതിയിലുള്ള പാരബോള വരയ്ക്കാത്തതും ആദ്യത്തെ രീതിയിലുള്ള പാരബോള പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് പാരബോളയ്ക്ക് വരുന്നത്. ഓക്കെ, രണ്ട് രീതിയിൽ എനിക്ക് പാരബോള വരയ്ക്കാം. എന്തുകൊണ്ട് ആദ്യത്തെ രീതിയിൽ വരച്ചു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ ഇലാസ്റ്റിക് കർവ് വരച്ചാൽ പോസിറ്റീവ് ആണ് എനിക്ക് ഫുൾ കിട്ടിയത്. അപ്പം ബേസിക്കലി എല്ലാം സാഗിങ് ആണോ? ആണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാമിന്റെ ഇലാസ്റ്റിക് കർവ്, ബീമിന്റെ ഇലാസ്റ്റിക് കർവ് വരച്ചാൽ സാഗിങ് ആണ്, പോസിറ്റീവ് സാഗിങ്. ഇതൊന്നും എക്സാമിന് വരച്ചേക്കല്ലേ, പോസിറ്റീവ് സ്മൈലിംഗ് ഫേസ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു BMD SFD ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു ഫുൾ സ്പാനിൽ UDL ഉള്ള ഒരു കേസിലെ BMD SFD ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇനി അടുത്ത സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് പോവാം. ഇത് ഇവിടെ വൃത്തിയായി ഇവിടെ പോവാം. ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയോ? ആക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എനിക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കും, റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ടാവില്ല. ഓക്കെ,
അടുത്തത് ഞാൻ വീണ്ടും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരയ്ക്കുകയാണ്. ഇത്തവണ ഞാൻ പോയിന്റ് ലോഡിന്റെയും UDLന്റെയും ഒരു കോമ്പിനേഷൻ എടുക്കുക. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം 8 മീറ്റർ. ഓക്കെ, ഞാൻ ഇതുവരെ ഒരു പോയിന്റ് ലോഡ് UDL 10 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് 4 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടുക്ക് ഞാനൊരു 50 കിലോ ന്യൂട്ടൺ, ഇത് 2 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതും 2 മീറ്റർ. ഓക്കെ, A B. ഈ പോയിന്റ് ഞാൻ തൽക്കാലം C എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ഞാൻ D എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ SFD BMD വരയ്ക്കണം. ഓക്കെ, പോയിന്റ് ലോഡും ഉണ്ട്, UDL ഉണ്ട്. സിയിൽ നിന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഞാനിത് ഈ വീഡിയോ കുറച്ച് കുഞ്ഞായിരിക്കും. ഞാൻ മിക്കവാറും കുറച്ച് അർജൻസി ഉണ്ട്, അപ്പോൾ ഞാൻ പുറത്ത് പോകേണ്ട അർജൻസി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തും. 8 മണിയാവും. ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരിക്കും, ഒരു 30 മിനിറ്റ്സിൻ്റെ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു പ്രോബ്ലം കൂടെ വച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. നിങ്ങളുടെ പോർഷൻ, നിങ്ങളുടെ എക്സാമിന് എത്തിയല്ലേ, ഞാൻ മാക്സിമം നോക്കി ശനി ഞായറും. നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മൊഡ്യൂൾ 5ന്റെ തിയറി ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി മോസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. മോസിന്റെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സുകൾ ഈ മോസിന്റെ മൊഡ്യൂൾ 5ന്റെ കാര്യങ്ങളാണ്. അതൊന്ന് മോസ് ഓണേഴ്സ് പഠിച്ചെടുത്തൊന്ന് ചോദിക്കുക. വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഈ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചിലപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യുന്ന തലേന്നൊക്കെ ആയിരിക്കും. അത് എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ശനി ഞായർ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും ഔട്ട്പുട്ട് അല്ല. സമയം കിട്ടിയാൽ മാക്സിമം കയറ്റി വിടാം, അല്ലെങ്കിൽ പറ്റാവുന്ന മാക്സിമം ചെയ്യാൻ തന്നെ ഞാൻ നോക്കും കേട്ടോ. പറഞ്ഞ ശരിക്ക് എനിക്കത് ചെയ്തില്ലെങ്കിൽ എന്തോ പോലെ. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് ഞാൻ VA HA VB. ഓക്കെ, ഡിറ്റർമിനന്റ് സ്ട്രക്ചർ ആണ്. ഞാൻ ഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. VA പ്ലസ് VB is equal to 50 പ്ലസ് 10 into 4 90 കിലോ ന്യൂട്ടൺ. ഇക്വേഷൻ 1. മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു A ഞാൻ എടുക്കുവാണ്. മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു A എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് എല്ലാം പോസിറ്റീവ്. 50 into 2 പ്ലസ് 10 into 4. 10 into 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ലോഡായിട്ട് മാറ്റി. അത് എവിടെ ആക്ട് ചെയ്യും? അത് UDLന്റെ സെന്ററിൽ ആക്ട് ചെയ്യും, അതായത് സിയുടെയും ബിയുടെയും സെന്ററിൽ. അപ്പോൾ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 പ്ലസ് 4/2. 4 പ്ലസ് 4/2 മൈനസ് RB into 8 ഈക്വൽ ടു 0. അപ്പോൾ RB കിട്ടും, RA കിട്ടും. ഓക്കെ, 10 into 4 into 6 plus 50 into 2 divided by 8. Okay. RB is equal to 42.5 kilonewton. RA is equal to 47.5 kilonewton. RB RA. Okay. അപ്പോൾ ഞാൻ ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇലാസ്റ്റിക് കർവ് പറഞ്ഞു. ഇലാസ്റ്റിക് കർവ് ഒന്നും നിങ്ങൾ എക്സാമിന് വരയ്ക്കണ്ട, ഞാൻ കൺസെപ്റ്റിന് വേണ്ടി പറയുന്നതാണ്. ഇലാസ്റ്റിക് കർവ് ഒക്കെ പഠിച്ചാൽ മാത്രമേ കുറെ ഹൈ ലെവൽ കൺസെപ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സ്ട്രക്ചർ അനാലിസിസ് പഠിച്ചവരാണ് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ അത് സ്ട്രക്ചർ, അതായത് ഇത് ബൈ ചാൻസ് ഏതെങ്കിലും സെക്കൻഡ് ഇയേഴ്സുകാർ ഇത് മോസിന് വേണ്ടി കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ പറഞ്ഞ് ഓർക്കുക. ഇലാസ്റ്റിക് കർവ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ സ്ട്രക്ചർ അനാലിസിസ് എല്ലാം ഒന്നും ശരിയായി വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ നിന്നേ ബേസ് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ A എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ നിന്ന് ഞാൻ നോക്കുവാണ്. എയിൽ നിന്ന് സെക്ഷൻ എടുക്കുന്നു, ലെഫ്റ്റിൽ മുകളിലോട്ട് പോസിറ്റീവ് VA അല്ലെങ്കിൽ RA 47.5, മുകളിലോട്ട് 47.5. ഓക്കെ, ഇവിടെ അതുവരെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ 50 താഴോട്ട് ആക്ട് ചെയ്യുന്നു. 47.5 മൈനസ് 50 മൈനസ് 2.5ലേക്ക് വരുന്നു. നെഗറ്റീവ് ക്രോസ് ചെയ്തു, മൈനസ് 2.5. പോയിന്റിലൂടെ എല്ലാം ഹൊറിസോണ്ടൽ ലൈനാണ്. സി വരെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറി. ഓക്കെ, സി വരെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറി. ഇനി ബിയിലേക്ക് പോകുമ്പോൾ എത്ര വരും? സിയുടെ സെന്റർ എനിക്ക് നോക്കണമെന്നില്ല. സെന്റർ നോക്കിയാൽ കറക്റ്റ് ക്രോസിംഗ് പോയിന്റ് കിട്ടും.
ഞാൻ സെന്റർ നോക്കുന്നില്ല, ചിലപ്പോൾ അത് സെന്റർ തന്നെ ആയിരിക്കില്ല ക്രോസിംഗ് പോയിന്റ്, ഇവിടെ ആയിരിക്കില്ല, സിമെട്രിക് അല്ല. ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുവാണ്. ഇവിടെ നിന്ന് ഞാൻ ഒരു സെന്ററും കൂടെ തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യുക. ഞാൻ സെന്റർ, നമുക്ക് സെന്ററിൽ ഒന്ന് നോക്കാം, നമുക്ക് സെന്ററിൽ എത്ര വരും. അതായത് വി എ എന്ന് പറയുന്നത് മുകളിലോട്ട്, അപ്പൊ ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് വീണ്ടും സിയിൽ വന്നു 2.5, സിയിൽ നിന്ന് താഴോട്ടാണ് വീണ്ടും വരുന്നത്. ഓക്കെ, താഴോട്ടാണ് എന്റെ ഫോഴ്സ് വരുന്നത്. താഴോട്ട് 10 into 2.5 വന്ന് നിന്നു, ഇവിടെ നിന്ന് താഴോട്ട് 10 into 2 എന്ന് പറയുന്ന സാധനം 20ലേക്ക് വന്നു. ഓക്കെ, 20ലേക്ക് വന്നു. വീണ്ടും 10 into 2 എന്ന് പറയുന്ന, സോറി 20 അല്ല, 22.5, 2.5 നിന്ന് 22.5, 2.5 ആണ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നത്. 22.5 മൈനസ് 22.5 ആണ്, മൈനസ് ആയിട്ട് താഴോട്ട് വരിക. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും ഒരു 20 ആഡായി. ഇത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരില്ല, ചെറിയൊരു ബെൻഡ് കാണും. ഇല്ല, ഇത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരുന്നത്, സോറി. 22.5 പ്ലസ് 20, 10 into 2 42.5. അവിടെ എത്തുമ്പോഴത്തേക്കും RB 42.5 മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, ഇതാണ് എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഞാൻ ബിയിൽ നിന്ന് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞേക്കാം. ബിയിൽ നിന്ന് പറയുമ്പോൾ ബിയിൽ ഞാൻ സെക്ഷൻ എടുക്കുന്നു, സെക്ഷന്റെ റൈറ്റ് നോക്കുന്നു. സെക്ഷന്റെ റൈറ്റ് നോക്കുമ്പോൾ താഴോട്ടുള്ള ഫോഴ്സുകളാണ് പോസിറ്റീവ്, മുകളിലോട്ടുള്ളതെല്ലാം നെഗറ്റീവ്. ബി മാത്രമേ ഉള്ളൂ 42.5 താഴോട്ട് വരച്ചു. ഇനി ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുന്നു. സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരുമ്പോൾ താഴോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 10 into 4 ആണ്, 40. ഒരു 42.5 ഓൾറെഡി ഉണ്ട്, അപ്പോൾ 2.5ലേക്ക് കണക്ട് ആവും. ഇവിടെ നിന്ന് അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു ഫോഴ്സ് താഴോട്ട് 50 ആണ്, അപ്പൊ ഞാനത് മുകളിലോട്ട് വരച്ചു 47.5 വന്നതാണ്. ഇവിടെ വരെ വരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും മുകളിലോട്ടാണ് ആ ഫോഴ്സ്, അപ്പൊ ഞാൻ താഴോട്ട് വരച്ചു. ഈ സൈഡിൽ നിന്ന് നോക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ലെഫ്റ്റിൽ നിന്ന് പിടിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് മുകളിലോട്ടുള്ളതിനെ പോസിറ്റീവ് എടുത്തെടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചില കേസുകളിൽ ഫിക്സഡ് ബീമിലൊക്കെ, കാൻഡിലിവർ ബീമിലൊക്കെ ചില കേസുകളിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നുള്ളത് മാത്രമാണ് ഒരു ഡ്രോബാക്ക്. ഓക്കെ, ഇനി ഞാൻ BMD വരയ്ക്കാം. BMD ഞാൻ വരയ്ക്കുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഹിഞ്ച് ആണ്, നാച്ചുറലി അവിടുത്തെ മൊമെന്റ് 0 ആണെന്ന് എനിക്കറിയാം, നോ പ്രോബ്ലം. ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ മൊമെന്റ് എടുക്കുമ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു സെക്ഷൻ എടുക്കുന്നു. സെക്ഷൻ എടുത്തിട്ട് ഞാൻ ലെഫ്റ്റ് നോക്കുന്നു. എന്റെ VA into 2 ആണ് എന്റെ ഡി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ്. 47.5 into 2, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, സെക്ഷന്റെ ലെഫ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് വരയ്ക്കുന്നു 95. ഇനി സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഞാൻ സി എന്ന് പറയുന്ന പോയിന്റിൽ സെക്ഷൻ എടുക്കുന്നു. ഞാൻ സെക്ഷന്റെ ലെഫ്റ്റ് നോക്കുന്നു. സെക്ഷന്റെ ലെഫ്റ്റ് നോക്കുമ്പോൾ VA into 4, 47.5 into 4, അത് ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ്. മൈനസ് 50 into 2 എന്ന് പറയുന്ന ലോഡ് 90. വലിയ വ്യത്യാസമില്ല, 90ലേക്ക് വരും. 90 വലിയ വ്യത്യാസമുണ്ട്, വരപ്പിൽ വലിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞാൻ മാറ്റി തരുന്നു. 90ലേക്ക് വരുന്നു. ഓക്കെ, ഇനി എനിക്ക് യൂഡിയൽ വേരിയേഷൻ ആണ്. അപ്പൊ എനിക്ക് ഇനി പാരബോളിക് നേച്ചറിലുള്ള ഒരു വേരിയേഷൻ ആണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പാരബോളിക് നേച്ചറിലുള്ള വേരിയേഷൻ ഞാൻ വരയ്ക്കുമ്പോൾ എനിക്കിവിടെ ഇത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ സെക്ഷന്റെ ലെഫ്റ്റിൽ എടുത്തിട്ട് ഞാൻ നോക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കണം. 0 ആണോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ ചെക്ക് ചെയ്യുവാണെങ്കിൽ ബിയിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് എടുത്താൽ ഞാൻ 0 തന്നെയാണ് വരേണ്ടത്. റൈറ്റ് എടുത്താൽ അപ്പൊ തന്നെ 0 ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിന് എടുക്കുമ്പോൾ ഒരേ കാര്യം തന്നെ കിട്ടണം. റൈറ്റ് എടുത്താൽ 0 ആണ്. ഞാൻ ലെഫ്റ്റിൽ നിന്ന് ഞാൻ എടുത്ത് കാണിക്കുവാണ്. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ മൊമെന്റിൽ ലെഫ്റ്റ് എടുത്താൽ VA into 8, VA എന്ന് പറഞ്ഞാൽ 47.5 into 8 മൈനസ് 50 into 4 plus 2 6, 50 into 6 minus 47.5 into 8 minus 50 into 6 minus 10 into 4 into 4 by 2. Okay, 47.5 into 8 minus 50 into 6 minus 10 into 4 into 2, 0 തന്നെ വരും. ഓക്കെ, അപ്പൊ ഈ 0 ഇതൊരു എന്തായാലും ഒരു ക്രോസിംഗ് ഇല്ല, അതായത് നെഗറ്റീവിലോട്ട് മൂവ് ചെയ്യുന്ന പരിപാടി ഇല്ല സിംപ്ലി സപ്പോർട്ടഡിൽ. ഫുൾ സാഗിങ് സിനാരിയോ തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ വരയ്ക്കും?
ബി എന്ന് പറയുന്ന പോയിന്റിൽ നാച്ചുറലി എന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 42.5 ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ കമ്പയർഡ് ടു ബി എന്റെ ഷിയർ ഫോഴ്സ് 2.5 ആണ്. അപ്പൊ സ്ലോപ്പ് കൂടുതൽ നിൽക്കേണ്ടത് ബി എന്ന് പറയുന്ന സൈഡിലാണ്, സ്ലോപ്പ് കുറഞ്ഞു നിൽക്കേണ്ടത് സി എന്ന് പറയുന്ന സൈഡിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പാരബോള വരച്ചു. ഓക്കെ, ഇത് പാരബോളയാണ്, ഇത് കർവായിട്ട് തോന്നിയ. ഓക്കെ, ഇവിടെ സീറോ ഷിയർ ഫോഴ്സ് അല്ലാത്തത് കൊണ്ട് ചെറിയ ഒരു സ്ലോപ്പ് കാണും, തീറ്റ മിനിമം കാണും. ടാൻജന്റ് വരച്ചാൽ ഇവിടെ തീറ്റ മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇത് സെക്കൻഡ് ഡിഗ്രി പാരബോളയാണ്, സെക്കൻഡ് ഡിഗ്രി പാരബോള. ഓക്കെ ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റർ പോയിന്റിൽ എനിക്ക് മാക്സിമം കണ്ടുപിടിക്കാം. ഞാൻ ഈ പോയിന്റിലെ വാല്യൂ എത്ര നോക്കട്ടെ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ സെക്ഷന്റെ റൈറ്റ് എടുക്കുന്നു. സെക്ഷന്റെ റൈറ്റ് എടുക്കുമ്പോഴത്തേക്കും സെക്ഷന്റെ റൈറ്റ് എടുക്കുമ്പോൾ ആർ ബി ഇൻറ്റു 42.5 ഇൻറ്റു 2 മൈനസ് 10 ഇൻറ്റു 2 ഇൻറ്റു 1, ഓക്കെ 65. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ 65 കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെന്റ് ആയിരിക്കും. ഓക്കെ, ഈ സിയുടെയും ബിയുടെയും സെന്ററിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. കംപ്ലീറ്റ്ലി സാഗ് ആവുമ്പോൾ ഞാൻ എന്റെ ഇലാസ്റ്റിക് കർവ് വരച്ചാൽ ഇലാസ്റ്റിക് കർവ് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. ഇത് കറക്റ്റ് സിമെട്രിക് ആയിട്ടൊന്നും വരില്ല, ജസ്റ്റ് സാഗ് എന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, സാഗ് പോസിറ്റീവ്. ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ഇലാസ്റ്റിക് കർവിന്റെ ഡയഗ്രാമും എന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇനി കാൻഡിലിവറിലേക്ക് പോവാം. ഞാൻ കാൻഡിലിവറിന്റെ ഒരു കേസും കൂടെ പറഞ്ഞിട്ട് നിർത്താം, സമയമുണ്ട്, 8 ആയിട്ടില്ല. ഓക്കെ, കാൻഡിലിവറിലേക്ക് പോയാൽ കാൻഡിലിവർ ഫുള്ള് യു ഡി എൽ ഉള്ള കേസ് ആദ്യം നമുക്ക് വരയ്ക്കാം, എന്നിട്ട് പോയിന്റ് ലോഡിന്റെയും യു ഡി എല്ലിന്റെ ഒരു കോമ്പിനേഷൻ. കാൻഡിലിവർ എ ബി ഫുള്ള് യു ഡി എൽ. ഓക്കെ, എത്ര കൊടുക്കാം? 5 and 6 മീറ്റർ കൊടുക്കാം. അപ്പോൾ ഇതൊരു 5 കൊടുക്കാം, അപ്പോൾ 35 കിലോമീറ്റർ പെർ മീറ്റർ. ഓക്കെ, ഞാനിവിടെ പോയിന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, രസമാണ് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. എക്സാമിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ നാച്ചുറലി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഞാൻ ഫസ്റ്റ് സെറ്റിൽ ഞാൻ കണ്ടുപിടിച്ച് തന്നതാണ്. ഓക്കെ, എന്റെ റിയാക്ഷൻ കമ്പോണൻസുകളെല്ലാം ഞാൻ വരച്ചു. ഓക്കെ, ഞാൻ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് H = 0 എന്ന് പറഞ്ഞ ടിപ്പിക്കൽ ക്രൈറ്റീരിയ കിട്ടും. ഞാൻ വെർട്ടിക്കൽ ഇക്വിലിബ്രിയം എടുത്താൽ എന്റെ VA - 5 × 6 = 0, which implies VA = 30 kilonewton. VA = 30 kilonewton. MA എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊമെന്റ് എന്തായിരിക്കും? എയിൽ ഞാൻ റൈറ്റ് സൈഡിലുള്ള മൊമെന്റിന്റെ എഫക്റ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ എയിൽ ഒരു ജോയിന്റ് എടുത്താൽ ഈ ആക്ഷൻ ലോഡുകൾ, ഞാൻ കൊടുക്കുന്ന ലോഡുകൾ കാരണമുള്ള മൊമെന്റ് 5 × 6 ഞാൻ അതിനെ പോയിന്റ് ലോഡാക്കി മാറ്റി, അത് കൃത്യം നടുക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ലിവർ ആം എന്ന് പറയുന്നത് 6/2. ഓക്കെ, അപ്പൊ 30 × 3 90 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും ലോഡ് കാരണം ഉണ്ടാവുന്നത്. അപ്പോൾ എന്റെ സപ്പോർട്ട്, അതിന്റെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷനിൽ ആ വാല്യൂ വരച്ചു. MA എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഈ ഡയറക്ഷനിൽ വരച്ചു. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇനി അടുത്ത ചെയ്യുന്നത് SFD വരയ്ക്കുകയാണ്. അപ്പൊ SFD വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റിൽ തുടങ്ങണോ റൈറ്റിൽ തുടങ്ങണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഇതാരും ലൈവ് കേൾക്കാത്തതുകൊണ്ട് ഞാൻ റൈറ്റിൽ തുടങ്ങാം. ഞാൻ കുറെ ലെഫ്റ്റിൽ തുടങ്ങുമല്ലേ, എല്ലാ വെറൈറ്റിക്ക് ഞാൻ റൈറ്റിൽ തുടങ്ങാം. ഫ്രീ എൻഡിൽ നിന്ന് കാൻഡിലിവറിൽ തുടങ്ങുന്നതാണ് നല്ലത്, ഫിക്സഡ് എൻഡിൽ നിന്ന് തുടങ്ങുന്നതിനേക്കാൾ. അപ്പൊ ഞാൻ റൈറ്റിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും എന്റെ ലോഡുകളെല്ലാം താഴോട്ടാണ്. റൈറ്റിൽ താഴോട്ട് ഓഫ് കോഴ്സ് എല്ലാം പോസിറ്റീവിലേക്കാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവിലേക്ക് ഞാൻ വരയ്ക്കുമ്പോൾ എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇങ്ങനെയാവും. സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇങ്ങനെ ആയിരിക്കും. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും ഈ ലോഡിന്റെ കോൺട്രിബ്യൂഷൻ കൂടി വരും. 30-ലായിരിക്കും ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ താഴോട്ട് ആ റിയാക്ഷൻ കമ്പോണന്റ്. ഓക്കെ,
എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഈ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഞാൻ ഇനി എയിൽ നിന്ന് തുടങ്ങിയാലും എയിൽ ഞാൻ പോയിന്റ് എടുത്തിട്ട് എയിൽ സെക്ഷന്റെ ലെഫ്റ്റ് നോക്കിയാൽ VA ആണുള്ളത്. VA മുകളിലോട്ട് ഷിയർ ഫോഴ്സ് 30 വരും. പിന്നെ ഫർദർ മൂവ് ചെയ്യുന്നതോറും ഈ UDLന്റെ കോൺട്രിബ്യൂഷൻ അത് കുറച്ച് കൊണ്ടുവരും. B എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അത് 0 വന്ന് നിൽക്കും. ഓക്കെ, ഇതാണ് എന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇനി എന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് പാരബോളിക് ഷേപ്പ് ആണ്. A എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് എത്രയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, 90 kN. അപ്പൊ എനിക്കൊരു പാരബോള വരയ്ക്കാം. എനിക്ക് ഇങ്ങനെ ഒരു പാരബോള വരയ്ക്കണോ അതോ ഞാൻ ഇങ്ങനെ ഒരു പാരബോള വരയ്ക്കണോ എന്നാണ് ആദ്യം ആലോചിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ കേസിൽ ഞാൻ ഇങ്ങനത്തെ പാരബോളയാണ് വരച്ചത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ. അപ്പൊ ക്യാൻഡിലിവറിൽ ഞാൻ ഒരു പാരബോള വരയ്ക്കുമ്പോൾ ഓക്കെ, A എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റ് 90 kN ആണ്. മൊമെന്റ് കൂടി വരും ഞാൻ ബിയിൽ നിന്ന്. അപ്പൊ ക്യാൻഡിലിവർ ഞാൻ പാരബോള വരയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സ് കൂടുതൽ എവിടെയാണ്? A എന്ന് പറയുന്ന പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് കൂടുതൽ. B എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. അപ്പൊ B എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ സ്ലോപ്പ് എടുത്താൽ ഇത് Aയും ഇത് Bയുമാണ്. Aയും Bയുമാണ്. B എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. എന്റെ പ്രൊഫൈൽ ആണോ? മാക്സിമം ആയിരിക്കണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ഇനി ഇവിടെയാണെങ്കിൽ ഞാൻ ടാൻജന്റ് വരച്ചാൽ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ θ = 0. അപ്പോ θ 0 ആവുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് 0 ആവണം. θ മാക്സിമം ആവുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് മാക്സിമം ആവണം. ഓക്കെ, പക്ഷെ B എന്ന് പറയുന്ന പോയിന്റിൽ എന്റെ ഷിയർ ഫോഴ്സ് 0 ആണ്. അപ്പൊ എനിക്ക് രണ്ടാമത്തെ പാരബോള ഷേപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ പാരബോള ഷേപ്പേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പാരബോള വരയ്ക്കും. ഓക്കെ, 90 ഞാനത് മാറ്റി. ഓക്കെ, അപ്പോ A എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ എനിക്ക് മാക്സിമം സ്ലോപ്പ് കിട്ടുമോ? ഓഫ് കോഴ്സ് കിട്ടും. ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട് ആംഗിൾ θ മാക്സ് കിട്ടും. ഓക്കെ, അപ്പൊ A എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് എന്റെ മാക്സിമം ഷിയർ ഫോഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് താഴോട്ട് വരയ്ക്കാൻ കാരണം എന്താ? താഴോട്ട് സെക്ഷന്റെ റൈറ്റ് എടുക്കുമ്പോൾ എന്റെ ലോഡുകളെല്ലാം താഴോട്ടാണ്, നെഗറ്റീവിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സാഗിങ് പ്രൊഫൈൽ അല്ല, ഞാൻ ഹോഗിങ് പ്രൊഫൈലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഹോഗിങ് പ്രൊഫൈൽ അല്ലേ ക്യാൻഡിലിവറിന് ഹോഗിങ് പ്രൊഫൈലാണ്. ക്യാൻഡിലിവറിന്റെ ബെൻഡിങ് ഇങ്ങനെയായിരിക്കും, ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സാഡ് ഫേസ് പോലെയാണ് പോകുന്നത്. ക്യാൻഡിലിവർ നെഗറ്റീവ് ഹോഗ്. ഓക്കെ, അപ്പോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞാൻ ഇനി അടുത്ത ക്യാൻഡിലിവറിന്റെ UDLും പോയിന്റ് ലോഡും രണ്ടുമുള്ള കേസിലേക്ക് ഞാൻ പോവാണേ. അതും കൂടെ ഫിനിഷ് ചെയ്യാം. അത് കുഞ്ഞാണ്, പെട്ടെന്ന് ഫിനിഷ്. ഓക്കെ, ഞാൻ ഓക്കെ, ഞാൻ എവിടെ കൊടുക്കണം പോയിന്റ് ലോഡ്? ഞാൻ പോയിന്റ് ലോഡ് ഫ്രീ ചെയ്യുന്നില്ല. 20 kN 8 മീറ്റർ. ഞാൻ 4 മീറ്ററിൽ UDL കൊടുത്തു. 4 മീറ്റർ UDL എത്ര കൊടുക്കും? 4 × 10 കൊടുക്കണം, 5 കൊടുക്കണം. 25 kN മീറ്റർ. A B അടുത്ത പോയിന്റ് ഞാൻ C എന്ന് മാർക്ക് ചെയ്തു. ഞാൻ ഈ പോയിന്റ്സിനെ ഡ്രോപ്പ് ചെയ്യുവാണ്. B SFD BMD. ഓക്കെ, ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നില്ല. VA. ഓക്കെ, ഞാൻ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഡയറക്ട്ലി VA = 5 × 4 + 20 vertical equilibrium. Okay, VA = 40 kN. ഓക്കെ, ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് H = 0 അറിയാം. ഓക്കെ, MA എന്ന് പറഞ്ഞ മൊമെന്റ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുവാണ്.
അപ്പോൾ എം എ മൊമെന്റ് എടുക്കുമ്പോൾ 5x4 എന്ന് പറഞ്ഞ പോയിന്റ് ലോഡായിട്ട് ഞാൻ യു ഡി എല്ലിനെ മാറ്റി. അത് സെന്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്ന് 4/2 ഡിസ്റ്റൻസ് പ്ലസ് 20x8. അപ്പോൾ എം എ എനിക്ക് എത്ര കിട്ടും? 5x4x2 40, 5x4x2 പ്ലസ് 20x8 200 കിലോ ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. എം എ എന്ന് പറയുന്നത് 200 കിലോ ന്യൂട്ടൺ മീറ്ററിന് കിട്ടും. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ അതിന്റെ സപ്പോർട്ട് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി 200 കിലോ ന്യൂട്ടന്റെ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻസ് എല്ലാം കിട്ടി. അപ്പോൾ ഞാൻ ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് സപ്പോസ് ഈവൻ എന്റെ ഹൊറിസോണ്ടൽ ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, ഞാൻ ഇംഗ്ലൈൻഡ് ലോഡിംഗ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഹൊറിസോണ്ടൽ ഫോഴ്സിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ SFD BMDയിൽ അത് ഒരിക്കലും വരില്ല. ഹൊറിസോണ്ടൽ ഫോഴ്സ് എനിക്ക് വരയ്ക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡയഗ്രാം, ഫസ്റ്റ് ക്ലാസ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ വേരിയേഷൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ VA എന്ന് പറയുന്ന ഫോഴ്സ് മുകളിലോട്ട്, VA എന്ന് പറയുന്നത് 40 കിലോ ന്യൂട്ടൺ മുകളിലോട്ട്. സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും 40 മൈനസ് 5x4 20, 40 മൈനസ് 5x4 20യിലായിരിക്കും അത് വന്ന് നിൽക്കുക, 20യിലായിരിക്കും വന്ന് നിൽക്കുക. ഇവിടെ നിന്ന് അത് ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഇവിടെ എത്തുമ്പോഴത്തേക്കും 20 താഴോട്ട്. ഓക്കെ, ഷിയർ ഫോഴ്സ് ടോട്ടലി പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ക്രോസിംഗ് നടക്കുന്നില്ല, ഇവിടെയും ക്രോസിംഗ് നടന്നില്ല. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എവിടെയെങ്കിലും ക്രോസിംഗ് നടന്നോ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്ക് ക്രോസിംഗ് നടന്നായിരുന്നു ഷിയർ ഫോഴ്സ്. ഓക്കെ, ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ക്രോസിംഗ് നടക്കും, അതിൽ ക്രോസിംഗ് നടക്കൂല, അങ്ങനെ പഠിച്ചു വെക്കല്ലേ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് പണി കിട്ടും. അങ്ങനെ പഠിക്കരുത്. അതിനെ പറ്റി ഒന്ന് ആലോചിക്കുകയും ചെയ്യരുത്. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ആ രീതിയിലുള്ള പഠിത്തങ്ങളൊന്നും വേണ്ട. ഓക്കെ, പാരബോളയുടെ ഷേപ്പിന്റെ കാര്യത്തിലൊക്കെയാണ് ആ സ്ലോപ്പ് ഓർക്കേണ്ടത്. അതുപോലത്തുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഞാൻ ബിയിൽ നിന്ന് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതേ ഡയഗ്രാം തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുവാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ ഫ്രീ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓഫ് കോഴ്സ് ബി എന്ന് പറയുന്ന സ്ഥലത്ത് മൊമെന്റ് 0 ആയിരിക്കും. സിയിലേക്ക് വരുമ്പോഴത്തേക്കും 20x4 മീറ്റർ, ഇത് 4 മീറ്റർ ആണ്. 20x4 എന്ന് പറഞ്ഞാൽ 80, ഹൊറിസോണ്ടൽ ലൈൻ, ഇൻക്ലൈൻഡ് ലൈൻ 80 കിലോ ന്യൂട്ടണിലായിരിക്കും വന്ന് നിൽക്കുക. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പാരബോള ആയിരിക്കണം. അപ്പൊ പാരബോള ഞാൻ വരയ്ക്കുമ്പോൾ എന്റെ ഷിയർ ഫോഴ്സ് കൂടുതൽ നിൽക്കുന്നത് എന്റെ എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. പക്ഷെ സി എന്ന് പറയുന്ന പോയിന്റിൽ അത്ര മോശം ഷിയർ ഫോഴ്സ് ഒന്നുമല്ല. ഷിയർ ഫോഴ്സ് അവിടെയും ഉണ്ട്. അപ്പോൾ കൂടുതൽ നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്റെ പാരബോള വരയ്ക്കുമ്പോൾ എനിക്ക് മാക്സിമം കിട്ടുന്നത് സൂം ഒക്കെ ഉണ്ടോ? മാക്സിമം സൂം ചെയ്ത് വരയ്ക്കാം. സൂം ചെയ്ത് കാണിക്കാനേ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം കിട്ടുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. അപ്പൊ ഞാൻ പാരബോള ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 200ലേക്ക് വന്ന് നിൽക്കും. അത് ഫർദർ അത് 0ലേക്ക് പോകും. നെഗറ്റീവ് ആണ്, ഹോഗിങ് പ്രൊഫൈലാണ്. അപ്പോൾ ഞാൻ എന്റെ സ്ലോപ്പ് കോൺസെപ്റ്റ് നോക്കിയാൽ സ്ലോപ്പ് കോൺസെപ്റ്റ് സാറ്റിസ്ഫൈ ആവും. എ എന്ന് പറയുന്ന പോയിന്റിൽ മാക്സിമം തീറ്റ എനിക്ക് കാണിക്കാൻ പറ്റും, തീറ്റ മാക്സ്. ഇവിടെ 0 അല്ല, ഇവിടെയും ഞാൻ ഇവിടെ ഒരു സ്ലോപ്പ് വരയ്ക്കാൻ നോക്കിയാൽ ഇത് ഞാൻ ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ് 0 ഇവിടെ ടാൻജന്റ് വരച്ചാൽ ഹൊറിസോണ്ടൽ പോലെ തോന്നുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെയല്ല. ഒരു ചെറിയൊരു ഇൻക്ലിനേഷൻ എന്തായാലും ഉണ്ടാവും, തീറ്റ എന്തായാലും ഉണ്ടാവും. ഓക്കെ, മിനിമം തീറ്റ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഫർദർ അങ്ങോട്ട് പോകുമ്പോൾ ഷിയർ ഫോഴ്സ് കൂടിയാണ് പോകുന്നത്. അപ്പൊ മിനിമം തീറ്റ എന്തായാലും ഉണ്ടാവും. പക്ഷെ തീറ്റ = 0 അല്ല എന്ന് ഓർക്കുക. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള പ്രൊഫൈൽ ആയിരിക്കും. അപ്പൊ എന്റെ ഇലാസ്റ്റിക് കർവിന്റെ പാറ്റേണും ഹോഗിങ് തന്നെ ആയിരിക്കും. ഓക്കെ, ഹോഗിങ് ഞാനിത് ഇങ്ങനെ ഡിപ്പാവൂല, അതേപോലെ പോകും. ഓക്കെ, ഹോഗിങ്, നെഗറ്റീവ് ഹോഗ്. അപ്പോൾ ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരിക. ഇത് പാരബോളയാണ്, 2nd ഡിഗ്രി 1 ഡിഗ്രി ലൈൻ, ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാൻഡിലിവറിന്റെ കേസ്. കാൻഡിലിവർ വളരെ എളുപ്പം വരയ്ക്കാം. ഇനി നമ്മൾ ഓവർ ഹാങ്ങിങ്ങിന്റെ UDL കേസും അതുപോലെ തന്നെ ഓവർ ഹാങ്ങിങ്ങിന്റെ UDL വിത്ത് പോയിന്റ് ലോഡ് ഒരുമിച്ച് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ UVL പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് കയറ്റാം, മാക്സിമം കോംപ്ലക്സ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ നാളെ എടുക്കാം. ഇനി ഞാൻ റെക്കോർഡ് ചെയ്യാനുണ്ടാവില്ല. നാളെ കൊണ്ട് SFD BMD തീർക്കാൻ പറ്റണം. തീർത്തില്ലെങ്കിൽ ബാക്കി പോർഷൻസ് തീരില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടാം.